ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു മിസൈൽ പരീക്ഷണം നടക്കുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം തുർക്കിയിൽ ചിലർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലായ അഗ്നി-4 വിജയകരമായി പരീക്ഷിച്ചതിന് പിന്നാലെ കശ്മീർ വിഷയത്തിൽ എപ്പോഴും പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്ന തുർക്കി ശരിക്കും ഞെട്ടിവിറച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ മിസൈലുകൾക്ക് തങ്ങളുടെ മുറ്റത്ത് വരെ എത്താൻ കഴിയുമെന്ന യാഥാർത്ഥ്യമാണ് തുർക്കിയിലെ പ്രതിരോധ വിദഗ്ധരെ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് ഒഡീഷ തീരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് 4000 കിലോമീറ്റർ പ്രഹരപരിധിയുള്ള അഗ്നി-4 മിസൈല് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്. സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് നടത്തിയ ഈ പരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഒരു സ്വതന്ത്ര ഇന്റലിജൻസ് അനലിസ്റ്റ് ഈ മിസൈലിന്റെ യഥാർത്ഥ പ്രഹരപരിധി വ്യക്തമാക്കുന്ന ഒരു ഭൂപടം പുറത്തുവിട്ടതോടെയാണ് തുർക്കിയുടെ ചങ്കെടുപ്പ് കൂടിയത്. ചൈനയും റഷ്യയും മധ്യേഷ്യയും മിഡിൽ ഈസ്റ്റും കടന്ന് തുർക്കിയുടെ അതിർത്തികളും ഈ മിസൈലിന്റെ പരിധിയിൽ വരുമെന്നത് അവരെ ശരിക്കും ഞെട്ടിച്ചു. ദക്ഷിണേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഇന്ത്യയുടെ സൈനിക കരുത്ത് എന്ന അവരുടെ അഹങ്കാരമാണ് ഈ ഒറ്റ മാപ്പിലൂടെ തകർന്നടിഞ്ഞത്. തുർക്കി ഒരിക്കലും ഇന്ത്യയുടെ നേരിട്ടുള്ള ലക്ഷ്യമല്ല. ആണവായുധങ്ങൾ ആദ്യം ഉപയോഗിക്കില്ല എന്ന വ്യക്തമായ നയമുള്ള രാജ്യമാണ് ഭാരതം. എങ്കിലും ഏഷ്യയ്ക്ക് പുറത്തേക്കും നീളുന്ന ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുടെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഈ മാപ്പിന് സാധിച്ചു. വളരെ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് നാശം വിതയ്ക്കാൻ കഴിയുന്ന അത്യാധുനിക നാവിഗേഷൻ സംവിധാനങ്ങളുള്ള ഈ മിസൈൽ ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശൃംഖലയിലെ സുപ്രധാന ആയുധമാണ്. അഗ്നി-4ന്റെ പരിധി കണ്ട് അമ്പരക്കുന്നവർ 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇന്ത്യയുടെ അഗ്നി-5 മിസൈലിനെ കുറിച്ചും ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്താൻ കഴിയുന്ന MIRV സാങ്കേതിക വിദ്യയെക്കുറിച്ചും ചിന്തിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല എന്ന കാര്യം ഓർക്കണം. ഇന്ത്യ ഇനി വെറുമൊരു ദക്ഷിണേഷ്യൻ രാജ്യമല്ല, ലോകം മുഴുവൻ റഡാറിലുള്ള ഒരു വൻ ശക്തിയായി ഭാരതം മാറിക്കഴിഞ്ഞു. ഈ വളർച്ചയിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ മാത്രമല്ല, അവരെ പുറകിൽ നിന്ന് പിന്തുണയ്ക്കുന്നവരും ഭയന്നേ മതിയാകൂ. ന്യൂസ് ഡെസ്ക് മലയാളം.